എൻ്റെ രാഘവ, ഞങ്ങൾക്ക് ഓണക്കോടി വാങ്ങി നീ എന്തിനാ കാശ് കളഞ്ഞത്? കോടി കൊടുക്കുമ്പോൾ മുത്തശ്ശി പരിഭവം പറഞ്ഞു. നിങ്ങൾക്കല്ലാതെ ആർക്കാ അമ്മേ ഞങ്ങൾ ഓണക്കോടി വാങ്ങേണ്ടത്? അതല്ല രാഘവ, നീ ഓണക്കോടി തരുന്ന സന്തോഷത്തേക്കാൾ വലിയ സന്തോഷം നിങ്ങളൊന്ന് പച്ച പിടിച്ച് കാണുന്നതിലാ. കാശുണ്ടെങ്കിൽ ബാങ്കിലോ മറ്റോ ഇട്, അല്ലെങ്കിൽ ഒരു ചിട്ടി കൂട്. അവിടേക്ക് ഓണക്കോടി വാങ്ങിത്തന്നത് കുട്ടികൾക്കൊരു സന്തോഷമാവട്ടെ എന്ന് കരുതിയാ. പിന്നെ അതിനുള്ള പൈസ കരുതി വെച്ചിട്ടുമുണ്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാം തുണി വാങ്ങാൻ കുറേ കാശ് ചിലവായിട്ടുണ്ടാകുമല്ലോ. നിനക്ക് ഭാഗ്യക്കുറി അടിച്ചോ? ഉണ്ടേൽ കുറച്ച് കാശ് എനിക്കെന്താ? ഗോപിയേട്ടൻ അച്ഛനെ കളിയാക്കി. എടാ രാഘവ, നമ്മൾ ഒരു കുടുംബം പോലെ എന്നല്ല, ഒരു കുടുംബം തന്നെ എന്നാ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, അല്ലേ അമ്മേ? അതുകൊണ്ട് ഇല്ലാത്ത പൈസ എടുത്ത് നീ ഇതൊക്കെ വാങ്ങിയതോർക്കുമ്പോൾ നിനക്കുണ്ടായ നഷ്ടമോർത്താ ഞങ്ങൾക്ക് വിഷമം. നല്ല നിലയിൽ ജീവിക്കാനല്ലേ ഞാൻ നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിനിനിയും സമയം വേണം. അതുകൊണ്ട് മേലിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. സ്വന്തം കാലിൽ നിൽക്കാറാവട്ടെ, അപ്പോൾ ഞാൻ പറയാം. എന്നിട്ട് മതി അനാവശ്യ ചിലവൊക്കെ. അച്ഛൻ വെറുതെ മുഖം കുനിച്ചിരുന്നു. ഗോപിയേട്ടൻ അച്ഛൻ്റെ തോളിൽ തട്ടി. അച്ഛൻ ശബ്ദമില്ലാതെ കരയുന്നുമുണ്ടായിരുന്നു. ഗോപിയേട്ടൻ പറഞ്ഞത് ചീത്തയല്ലല്ലോ, പിന്നെ എന്തിനാ ഈ അച്ഛൻ കരഞ്ഞതാവോ?